Hello, good evening all. Good evening. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Okay. വിംബിൾ അക്കാദമിയിലെ സ്റ്റുഡൻസ് വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് അവയർനെസ് വെബിനാറാണ്. ഇന്നത്തെ ടോപ്പിക് വരുന്നത് ഹൈജീനിക് പ്രാക്ടീസസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറും ട്രെയിനറും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഹസീന മാം ആണ്. മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഹസീന മാം. Okay, ma'am. Thank you, ma'am. Thank you, ഷെജീല മാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? Yes, ma'am. Okay, thank you. അപ്പോൾ ഷെജീല മാം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ നഴ്സിംഗ് ഓഫീസറാണ്. എൻ്റെ പേര് ഹസീന, മെഡിക്കൽ ഓഫീസർ അല്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ BSc നഴ്സിംഗ് ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. മാസ്റ്റേഴ്സ് ചെയ്തത് സൈക്കോളജിയിലാണ്. ആൻഡ് ഇപ്പോൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം അല്ലേ? താങ്ക് യു ഷെജീല മാം വൺസ് അഗെയിൻ, ആൻഡ് താങ്ക് യു വിംബിൾ അക്കാഡമി ഫോർ ഗിവിംഗ് മീ എ പ്ലാറ്റ്ഫോം ലൈക്ക് ദിസ്. സോ ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. കുട്ടികളാണോ കൂടുതൽ പേര് ഇതിലുള്ളത്, അതോ പാരന്റ്സ് ഉണ്ടോ? കുട്ടികൾ മാത്രമാണോ, പാരന്റ്സ് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? പാരന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? ആരുടെയും മുഖം കാണാൻ ഇല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. വീഡിയോ എല്ലാവരും ഓഫ് അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. വെറും കുട്ടികൾ മാത്രമുള്ള പ്ലാറ്റ്ഫോം ആണോ, പാരന്റ്സും കൂടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. എന്തായാലും രണ്ടുപേരും, കുട്ടികളും പാരന്റ്സും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ എല്ലാവരോടും. നമ്മുടെ ശരീരത്തില് ഓരോരോ ദിവസവും ആയിരക്കണക്കിന് ടൈനി ഓർഗാനിസംസ് എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടൈനി വിസിറ്റേഴ്സ് നമുക്ക് അങ്ങനെ പറയാം, എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ ആരാന്നുള്ളത്? അത്രയും ആൾക്കാർ നമ്മുടെ ബോഡിയിലോട്ട് എന്നും വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അത്രയും വിസിറ്റേഴ്സ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അവരെ കേൾക്കാനും പറ്റില്ല. സോ അവര് വളരെ ചെറുതാണ്, ഈ വിസിറ്റേഴ്സ് വളരെ ചെറുതാണ്. സോ നമുക്ക് അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തവയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ജേംസ് എന്നാണ് വിളിക്കുന്നത്. ഈ ജേംസ് ആരൊക്കെ ആവാം? ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അല്ലെങ്കിൽ മറ്റു പല ജേംസ് ആവാം, പാരസൈറ്റ്സ് ആവാം. അങ്ങനെ പലതരത്തിലുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാക്ടീരിയ, വൈറസ് എന്ന് കോമൺ ആയി പറയാം. പക്ഷെ കുറച്ച് ജേംസ് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമ്മളോട് അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ആൻഡ് ചില ജേംസ് നമുക്ക് അത് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഈ ഹാംഫുൾ ആയിട്ടുള്ള ജേംസ് ആണ് നമ്മളെ ശരീരത്തിൽ അസുഖങ്ങൾ വരുത്തുന്നത്. അവയെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ജേംസിനെ, ഇങ്ങനെയുള്ള ജേംസിനെ നമുക്ക് എന്താ പറയേണ്ടത്? ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ ഒക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ജേംസ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കും? കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ അസുഖങ്ങൾ വരുത്തുന്ന ഉണ്ടാക്കുന്നവ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരിക്കും. അത് ഒരിക്കൽ അസുഖം ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവരിലേക്കും അത് പകരുന്നു. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇമാജിൻ നമ്മുടെ ബോഡി ഒരു ബ്യൂട്ടിഫുൾ കാസിലാണെന്ന് വിചാരിക്കാം നമുക്ക്.
ഈ ക്യാസിൽ അഥവാ ഈ കൊട്ടാരത്തില് നമ്മുടെ അന്യരാജ്യക്കാര് അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങള് നമ്മളെ ആക്രമിക്കാൻ വരും അല്ലെ. നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും നമ്മുടെ കൊട്ടാരത്തിന് അയൽ രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ. അവരാണ് ഈ ജേംസ്. നിങ്ങൾ അതിനെ സപ്പോസ് അത് ജേംസ് ആണെന്ന് വിചാരിക്കും. അപ്പോ ഈ ജേംസിനെ നമ്മളെ ക്യാസിൽ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ ഹീറോസിനെ ഇറക്കും. അതായത് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളെ ക്യാസിൽ പ്രൊട്ടക്ട് ചെയ്യാൻ. നമ്മളെ ബോഡിയാണ് നമ്മളെ ക്യാസിൽ. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ സൂപ്പർ ഹീറോസ്. ആരാണ് നമ്മുടെ സൂപ്പർ ഹീറോസ്? സ്പൈഡർമാനോ ബാറ്റ്മാനോ അങ്ങനെ ആരെങ്കിലും ആണോ? അല്ല. നമ്മുടെ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സേഫ് ഹാബിറ്റ്സ്, ഹൈജീനിക് പ്രാക്ടീസസ്, പ്രോപ്പർ ഫുഡ്, ഡ്രിങ്കിങ് വാട്ടർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള സൂപ്പർ ഹീറോസ്. സോ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ഹൈജീനിക് പ്രാക്ടീസസ്, ബേസിക് ആയിട്ടുള്ള സേഫ് ഹൈജീനിക് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സാധാരണ കണ്ടുവരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് അഥവാ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അത് തടയാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഹൈജീനിക് പ്രാക്ടീസസ് സ്കൂളിൽ പോകുമ്പോഴും വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അത് എന്തിനാണ്? ഫോർ എ ഹെൽത്തി ലൈഫ് ആൻഡ് സ്ട്രോങ് ലൈഫ് ആൻഡ് എ ഹാപ്പി ലൈഫ്. നമുക്ക് ജീവിതം വളരെ സന്തോഷകരമാക്കാനും ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേസിക് ഹൈജീനിക് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെയാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടാവുമായിരിക്കും ഇതിലെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ പേരുണ്ടാവുമായിരിക്കും, അവരെ പാരന്റ്സും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ സ്കൂളിൽ കോമൺ ആയിട്ട് ഏതൊക്കെയാണ് ഇങ്ങനത്തെ ഡിസീസ് കാണുന്നതെന്ന് പറയാമോ? സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? ജലദോഷം, ചുമ. ഓക്കെ, വെരി ഗുഡ് മോളു. ജലദോഷം ഉണ്ടാവാറുണ്ട് അല്ലെ, ചുമ ഉണ്ടാവാറുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ക്ലാസ്സിൽ കണ്ടുവരുന്നത്? വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? നമുക്ക് മോള് പറഞ്ഞത് തന്നെ തുടങ്ങാം. ഫസ്റ്റ് വൺ ഇസ് കോമൺ കോൾഡ്. കോമൺ കോൾഡ് ആണ്. നമ്മൾ എപ്പോഴും പറയും എനിക്ക് കോൾഡ് ആണെന്ന് പറയും അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയാറ്? കോമൺ കോൾഡ് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് കോമൺ കോൾഡ്. ഇത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്, കോമൺ കോൾഡ് എന്ന് പറയുന്നത്. എന്താണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ? കോമൺ കോൾഡിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും കോമൺ കോൾഡ് കുട്ടികൾക്ക് ഉണ്ടാവുക? കോമൺ കോൾഡ് ഉള്ള കുട്ടികൾക്ക് റണ്ണിങ് നോസ് ഉണ്ടാവും. മൂക്കിൽ നിന്ന് ഇങ്ങനെ എന്താണ് പറയോ? പനി, ജലദോഷം, തുമ്മൽ. ഓക്കെ, വെരി ഗുഡ്. ജലദോഷം ഉണ്ടാവും അല്ലേ? പിന്നെ ജലദോഷമുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്താ ഉണ്ടാവുക? റണ്ണിങ് നോസ് ഉണ്ടാവും. മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും. അതേപോലെ തുമ്മൽ ഉണ്ടാവും, ചുമ ഉണ്ടാവും, അതേപോലെ പനി ഉണ്ടാവും അല്ലെ? ഇത്രയാണ് കോമൺ കോൾഡ്. അല്ലെങ്കിൽ ജലദോഷം പിടിച്ചാലൊക്കെ നമുക്ക് ഭയങ്കര ബോഡി ഇങ്ങനെ ക്ഷീണം പോലെയൊക്കെ ഇരിക്കും, പനി ചെറുതായിട്ടൊരു പനി വരുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതാണ് സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ്. ഫസ്റ്റ് വൺ ഈസ് കോമൺ കോൾഡ്. നമുക്ക് അതിനെ എങ്ങനെ തടയാം? ഒരു കുട്ടിക്ക് കിട്ടിയാൽ തന്നെ അത് മറ്റുള്ള കുട്ടികളിലേക്കും പകരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കോമൺ കോൾഡ് തടയാമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഹാൻഡ് വാഷിംഗ്. നമ്മള് ഇപ്പം നമുക്ക് കോമൺ കോൾഡ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൊടുക്കാൻ പാടില്ല, അവർക്കുള്ളത് നമുക്ക് കിട്ടാനും പാടില്ല. അതാണ് നമ്മൾ അതെങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കിട്ടുന്നത് തടയാമെന്ന് നോക്കുന്നത്. അപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് കഴുകുക. അപ്പം മറ്റുള്ള കുട്ടികൾക്ക് അതുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സാധനങ്ങൾ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ അതായത് തുമ്മുമ്പോൾ നമ്മളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിന്ന് തോന്നിയാൽ നമ്മൾക്ക് നന്നായിട്ട് കൈ കഴുകുക. അതുപോലെ തന്നെ മീൻസ് ഈ അസുഖം ഉള്ളവരും ഇല്ലാത്തവരും ആരായാലും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? മൗത്ത് കവർ ചെയ്തിട്ട്, മൗത്തും മൂക്കും വായും കവർ ചെയ്തിട്ട് ചുമക്കുകയും തുമ്മുകയും ചെയ്യുക. ഇതാണ് അത് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാനുള്ള മാർഗം. അതാണ് ഒന്നാമത്തേത്, കോമൺ കോൾഡ്. ഇനി രണ്ടാമത്തേത് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഇപ്പൊ ആരെങ്കിലും സ്കൂളിൽ പോകുന്നവരാരെങ്കിലും കേട്ടിട്ടുണ്ടോ?
ഇല്ല ഇല്ലേ? ആരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് വരാനാവും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട് ഓക്കെ. കഴിഞ്ഞ വർഷമൊക്കെ ഇപ്പൊ ഈ മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ കുഞ്ഞുനാളില് സാധാരണ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വട്ടം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ടാണ് അത് അങ്ങനെ അങ്ങ് കേൾക്കാത്തത്. ഇപ്പൊ എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെയാണല്ലോ ഉണ്ടാവുന്നത് അല്ലെ? അതുകൊണ്ടാണ് അത് അങ്ങനെ കേട്ടത്. കുറച്ചുകൂടി കഴിഞ്ഞ് ഇനി ചിക്കൻ പോക്സിന്റെ സീസൺ ഉണ്ടാവും. അപ്പൊ ചിക്കൻ പോക്സ് ആയിരിക്കും നമ്മൾ കേൾക്കുക. ചിക്കൻ പോക്സ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. വേരിസെല്ല വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ജേം എന്ന് പറയുന്നത്. ഇനി ചിക്കൻ പോക്സ് ആർക്കാണ് ചിക്കൻ പോക്സ് ഉണ്ടായി എന്ന് പറഞ്ഞ ആളുടെ പേര് പറയാവോ? ലിയോക്ക് ലിയോക്ക് ഉണ്ടായോ? ലാസ്റ്റ് ഇയറാ? കഴിഞ്ഞ വർഷം ഉണ്ടായോ? അതിന് മുന്നേ മോന് അതിന്റെ മുമ്പത്തെ വർഷം ഉണ്ടായില്ലേ? അപ്പൊ എന്തൊക്കെയാ ഉണ്ടായത് മോനൊന്ന് പറയാവോ? അത് വന്നപ്പോ ഓർമ്മയുണ്ടോ? കുരുക്കള് പനി വെരി ഗുഡ്. പിന്നെ ഭയങ്കര ചൂട് ചൂടുണ്ടായി. പിന്നെ എന്താ ഉണ്ടായി? ചൊറിച്ചിലുണ്ടായി. ക്ഷീണം ഉണ്ടായോ? ഉണ്ട് ഉണ്ടായിരുന്നു അല്ലെ? എന്നിട്ടോ സ്കൂളിൽ പോയോ? ഇല്ല കൊറേ ദിവസം ലീവ് എടുത്ത് വീട്ടിലിരുന്നു. എന്താണ്? എന്തായിരുന്നു? കുഞ്ഞായിരുന്നു കുഞ്ഞുനാളിലാ ഉണ്ടായത്? സ്കൂളിൽ പോകുന്നതിന്റെ മുമ്പല്ലേ ഉണ്ടായത്? ഓക്കെ, താങ്ക് യു മോനോ. അപ്പം മോൻ പറഞ്ഞു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു. ചൂടുണ്ടായിരുന്നു, അപ്പൊ പനി ഉണ്ടായിരുന്നു, പിന്നെ കുരുക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ശരീരത്തിൽ മൊത്തം ബ്ലിസ്റ്റേഴ്സ്, കുമിള 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 പോലെയുള്ള ചെറിയ കുമിളകള് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചൂടുണ്ടായിരുന്നു. ദെൻ ഈ കുമിളകൾക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചി റാഷസ് എന്നാണ് അതിന് പറയുക. അപ്പൊ കുമിളകൾക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. പിന്നെ വിശപ്പില്ലായ്മ, അതായത് ഭയങ്കര വേദനയായിരിക്കും ഈ കുമിളകൾക്ക്. അതുപോലെ തന്നെ പനിയും ക്ഷീണവും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ വിശപ്പില്ലായ്മ, ഒന്നും കഴിക്കാൻ തോന്നാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് അത് പ്രിവെൻഷൻ നമുക്ക് എങ്ങനെ അത് തടയാം എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒരാൾക്ക് വന്നാല് സ്വാഭാവികമായിട്ടും അവര് ലീവ് എടുത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ വിടാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് വന്നാല് അവരിൽ നിന്ന് മറ്റുള്ള കുട്ടികളിലേക്ക് അത് പകരും. അപ്പൊ നമുക്ക് ഐസൊലേഷൻ എന്നാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുക. അതായത് ഇവരെ വീട്ടിൽ തന്നെ ലീവ് എടുത്ത് ഇരുത്തുക. അതുപോലെ തന്നെ അവരുപയോഗിച്ച സാധനങ്ങൾ, അതായത് ഈ കുമിളകളൊക്കെ പൊട്ടി അതിന്റെ നീരൊക്കെ ആവുന്ന സമയത്ത് ഇത് പകരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അവരുടെ ടവൽ, ബാത്ത് ടവൽ, അതുപോലെ തന്നെ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം നമ്മൾ മാറ്റി വെക്കുക. അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വെക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് തടയാൻ പറ്റുന്നത്. വൺസ് മീൻസ് അവരുമായിട്ട് ക്ലോസ് കോണ്ടാക്ട്, അതായത് വീട്ടിൽ തന്നെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുണ്ടാവും, അവരെ മാക്സിമം ശ്രദ്ധിക്കുക, നന്നായിട്ട് കൈ കഴുകുക, നല്ല ശുചിത്വം പാലിക്കുക. ഇവയൊക്കെയാണ് അവ തടയാനുള്ള മാർഗങ്ങൾ. ഇനി മൂന്നാമത്തത് മീസൽസ്. മീസൽസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മീസൽസിന് നമ്മൾ 5-ാം പനി എന്ന് പറയും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മീസൽസ്? ഇല്ല അല്ലെ? മീസൽസ് അങ്ങനെ കോമൺ ആയിട്ട് അധികം കാണാറില്ല. പക്ഷെ മീസൽസ് ഉണ്ടാവാറുണ്ട്, 5-ാം പനി. അതായത് അത് എങ്ങനെയാണ് പകരുക എന്ന് വെച്ചാല് ചുമ, തുമ്മൽ ഇവയിലൂടെയൊക്കെയാണ്. നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നമ്മുടെ ഡ്രോപ്ലെറ്റ്സ്, അതായത് ഈ ചെറിയ ജല കണികകള് വായുവിലേക്ക് പ്രവേശിക്കുകയും ആ ഇൻഫെക്റ്റഡ് ഡ്രോപ്ലെറ്റ്, അതായത് ഈ രോഗാണു ഉള്ള ഈ ജലകണികകള് മറ്റുള്ളവരിലേക്ക് എത്തുകയും അങ്ങനെ അസുഖം പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ മീസൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് നല്ല ഫീവർ ആയിരിക്കും, അതുപോലെ തന്നെ ചുമ ഉണ്ടാവും, കണ്ണ് നല്ല ചുവന്നിട്ടായിരിക്കും, റാഷസ് ഓവർ ദ ബോഡി, ചുവന്ന പാടുകളായിരിക്കും ഉണ്ടാവുക. ചിക്കൻ ബോക്സിൽ കുമിളകളാണ്, ബ്ലിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക, ഇതിൽ ചുവന്ന പാടുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികളാണെങ്കിൽ അവരെ ലീവ് എടുത്ത് വീട്ടിൽ ഇരുത്തുക കംപ്ലീറ്റ് മാറുന്നത് വരെ. അതേപോലെ തന്നെ
ക്ലോസ് കോണ്ടാക്ട് ഉള്ളവര് നന്നായിട്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വെക്കുക. അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി മീൻസ് ക്ലോസ് കോണ്ടാക്ട് ഉള്ള മറ്റുള്ളവരിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഐസൊലേഷൻ, അതായത് ഒരു റൂമിലോട്ട് അവരെ മാറ്റി കിടത്തിയിട്ട് അവർക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അവരങ്ങനെ കെയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഫോർത്ത് വൺ ഈസ് മംസ്. മംസ് എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മംസ് ആ വെരി ഗുഡ്. മുണ്ടിനീര് ആരോ പറഞ്ഞു അല്ലെ? നിങ്ങളെ നാട്ടില് താടവീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് എന്ന് പറയും അല്ലെ? മംസ് എന്താ പറഞ്ഞത്? ആ വെരി ഗുഡ്. അതെ, ഒന്നുകൂടി പറയോ? ആ അതെ 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 അതെ, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? പേര് പറയാമോ? ഓക്കെ, താങ്ക് യു. അതെ, കവിളൊക്കെ ഇങ്ങനെ മുണ്ടിനീര് അല്ലെ? രണ്ട് കവിളിന്റെ താഴെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന പോലെ കവിൾ ഭാഗം രണ്ട് സൈഡും, ചിലപ്പോ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും, ചിലപ്പോ രണ്ട് ഭാഗത്തും അതുണ്ടായിരിക്കും. അതായത് ഇത് സലൈവറി ഗ്ലാൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. സലൈവറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥി, നമ്മുടെ വായില് ഉമിനീർ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയെ, ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന അസുഖമാണ്. അത് രണ്ട് സൈഡിലും ആണുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും അതിനെ വൈറസ് അഫക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡും വീങ്ങിയിരിക്കും. രണ്ട് സൈഡിനെ അഫക്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡും വീങ്ങിയിരിക്കും. അതുപോലെ തന്നെ ഫീവർ ഉണ്ടാവും, നല്ല തലവേദന ഉണ്ടാവും. ഈ രണ്ട് സൈഡും ആണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വിശപ്പില്ലായ്മ അനുഭവപ്പെടും, അതുപോലെ തന്നെ നല്ല ക്ഷീണമായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് മംസ് വന്ന ആളുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ മംസ് പകരുന്നത് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? വായുവിലൂടെ. ആ വെരി ഗുഡ്. മംസ് നമ്മുടെ വായിലാണ്, മൗത്തിലാണല്ലേ ഉള്ളത്. സലൈവറി ഗ്ലാൻസ് ഈ ഭാഗത്തല്ലേ ഉള്ളത്. അപ്പോ സലൈവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് ഇതിൽ അഫക്ട് ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഉമിനീര് വായുവിലോട്ട് എത്തുകയും അത് വേറൊരാളിലേക്ക്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വായുവിലൂടെ ഡ്രോപ്ലെറ്റിലൂടെ അത് അങ്ങോട്ട് പകരുകയും ചെയ്യുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖമുള്ളവരെ അവര് പെട്ടെന്ന് ലീവ് എടുക്കാൻ പറയും. ലീവ് എടുത്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറയുകയാണ് ചെയ്യാറ്. സോ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ ഒരു ഫാമിലി ആവുമ്പം എല്ലാം ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ? ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പ്, പ്ലേറ്റ്, അതുപോലെ തന്നെ ടവൽ, ഹാൻഡ് ടവൽ, ബാത്ത് ടവൽ, ഇതൊക്കെ. അപ്പൊ ഇവയിലൂടെയൊക്കെ ഇപ്പം ഒരാൾക്ക് മംസ് ഉണ്ടെങ്കിൽ അത് ഇവയൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബാക്കിയുള്ളവർക്കും പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ മാറ്റി അവർക്ക് മാത്രമായിട്ട് വേറെ ഈ ഒരു അസുഖം മാറുന്നത് വരെ അത് വളരെയധികം ശ്രദ്ധിക്കുക. സോ അങ്ങനെ ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇനി പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ് ഹാൻഡ് വാഷിംഗ്. ഇപ്പൊ എല്ലാ അസുഖം നമ്മൾ പറയുമ്പോ ഈ ഹാൻഡ് വാഷിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹാൻഡ് വാഷിംഗ് എല്ലാം പറയുമ്പോഴും നമ്മൾ ഈ ഹാൻഡ് വാഷിംഗ് പറയുന്നുണ്ടല്ലേ? കൈ കഴുകണം ശ്രദ്ധിച്ചോ? കൈ കഴുകണം എന്ന് പറയുന്നുണ്ടല്ലേ? ആ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെ ഇത് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ വേറെ ആളിലോട്ട് അത് എത്തുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ വായും മൂക്കും ഒക്കെ കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അഞ്ചാമത്തെ അസുഖം എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവൈറ്റിസ്. ഗ്രൂപ്പിലുണ്ട് എല്ലാരും അടക്കം. കൺജങ്ക്റ്റിവൈറ്റിസ് ആരാ കേട്ടിട്ടുള്ളത്? എല്ലാ പിള്ളേരും ഇല്ല. കൺജങ്ക്റ്റിവൈറ്റിസ് ആരാ കേട്ടിട്ടുള്ളത്? കൺജങ്ക്റ്റിവൈറ്റിസ് കണ്ണുദീനം. ആ, കണ്ണുദീനം അല്ലേ? വെരി ഗുഡ്. എനിക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് 5 വയസ്സിൽ വന്നിട്ടുണ്ട് ഒരു ദിവസം വന്നോ? എങ്ങനെയാ, എന്താ ഉണ്ടായത് അപ്പൊ മോനെ? രാവിലെ എഴുന്നേറ്റപ്പോ കണ്ണ് തുറക്കുന്നില്ല, അമ്മ പീലിയിൽ പിടിച്ച് വലിച്ചു തുറന്നു. അപ്പൊ വേദനിച്ചോ? ചെറുതായിട്ട്.
വേദനിച്ചു അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി മോന്? 6.5. 6.5 വയസ്സായോ? ആ, അപ്പൊ എന്നിട്ട് അന്ന് സ്കൂളിൽ പോയോ? കൺജങ്ക്റ്റിവൈറ്റിസ് വന്നപ്പോ? ഇല്ല. ഇല്ല, ലീവ് എടുത്തു അല്ലേ? എന്തുകൊണ്ടാ ലീവ് എടുത്തത്? മനസ്സിലാവോ? ആവശ്യമില്ലാത്ത മരുന്നൊക്കെ എടുത്ത് കയറ്റിക്കോ. എന്തിനാ ലീവ് എടുത്തത്? വേദനിച്ചിട്ടാണോ? എല്ലാവർക്കും വരുമെന്ന് പറഞ്ഞിട്ട്. ആ, വെരി ഗുഡ്. അത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് വരും അല്ലേ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, അതുകൊണ്ടാണ് മോൻ ലീവ് എടുത്തത് അല്ലേ? നമുക്കും ബുദ്ധിമുട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് അത് വന്നാൽ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? സോ അന്ന് മോൻ ലീവ് എടുത്തു അല്ലേ? അപ്പൊ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞാല് പിങ്ക് ഐ, ബാക്ടീരിയ മൂലം വരാം, വൈറസ് മൂലം വരാം, അതുപോലെ തന്നെ അലർജിക് പാർട്ടിക്കിൾസ് നമ്മുടെ ചുറ്റുപാടും ചിലർക്ക് പെട്ടെന്ന് അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും കൺജങ്ക്റ്റിവൈറ്റിസ് വരാം. പിന്നെ ചില കെമിക്കൽസ് മൂലവും കൺജങ്ക്റ്റിവൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് വന്നാലുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മുടെ കണ്ണ് ഭയങ്കര റെഡ് കളർ ആയിരിക്കും. അതേപോലെ തന്നെ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും. കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. ഇച്ചിങ് ആൻഡ് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കൺപോളകളുടെ താഴെ മേലെയുള്ള ഭാഗത്താണ് ഇത് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൺപോളകൾക്ക് അത് വീക്കം അനുഭവപ്പെടുകയും കണ്ണ് തുറക്കാനും അടയ്ക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അതാണ് നേരത്തെ മോൻ പറഞ്ഞത്, അമ്മ കണ്ണ് വലിച്ചു തുറന്നപ്പോഴാ തുറന്നത് എന്ന്. അപ്പൊ നല്ല വേദനയും ഫീൽ ചെയ്യും. അതിന്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെയും ഫ്രീക്വന്റ് ഹാൻഡ് വാഷിംഗ് ആണ്. നമ്മൾ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണ് അധികം തിരുമ്മാൻ പാടില്ല. ഇനി കണ്ണ് ആ ഇൻഫെക്റ്റഡ് കണ്ണ് നമ്മൾ എന്തെങ്കിലും കണ്ണിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. ബാക്കിയുള്ളവര് ആ കണ്ണ് മീൻസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ടവൽസ്, അത് കണ്ണിൽ യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യാറുണ്ടോ നിങ്ങള്? കൺമഷിയൊക്കെ ഒരാൾ ഉപയോഗിച്ചത് വേറെ ആൾ ഉപയോഗിക്കാറുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ വരുമ്പോ അതെല്ലാം വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക. നമുക്ക് വന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇവയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി 6ാമത്തേത് ഡയേറിയൽ ഡിസീസ്. എന്താണ് ഡയേറിയൽ ഡിസീസ്? വയറിളക്കം എന്ന് കേട്ടിട്ടുണ്ടോ? വയറിളക്കം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടല്ലേ? വയറിളക്കം കേട്ടിട്ടുണ്ട്, വന്നിട്ടില്ല അല്ലെ? വരാതിരിക്കട്ടെ അല്ലേ? ഇപ്പൊ ഡയറിയ എന്ന് പറഞ്ഞാല് നമ്മൾ സിമ്പിൾ ആയിട്ട് വയറിളക്കം എന്ന് പറയും. നമ്മൾ സ്കൂളിൽ പോകുന്ന ചില കുട്ടികൾക്കൊക്കെ നമ്മുടെ സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ലേ, വയറിളക്കം ആയതുകൊണ്ട് ലീവ് എടുത്തു എന്നൊക്കെ പറയൂല്ലേ. എങ്ങനെയാണ് വയറിളക്കം? വയറിളക്കം ബാക്ടീരിയ മൂലവും വരാം, വൈറസ് മൂലവും വരാം, അതുപോലെ തന്നെ പാരസൈറ്റ്സ് ഇവ മൂലം. പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്ന വയറിളക്കം വൈറസും ബാക്ടീരിയയാണ്. റോട്ടാ വൈറസ് ആൻഡ് ഈക്കോളൈ ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ജേംസ് വഴിയാണ് കുട്ടികളിൽ കാണുന്ന വയറിളക്കം ഉണ്ടാവുന്നത്. എങ്ങനെയാണത് പകരുന്നത്? വയറിളക്കം എങ്ങനെയാണ് പകരുന്നത്? ഒരാൾക്ക് വന്നാൽ അത് വേറൊരാളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് വയറിളക്കം? നമുക്ക് എവിടെ ഈച്ചയൊക്കെ വന്ന് ഫുഡിൽ വന്നിരിക്കുമ്പം. വെരി ഗുഡ്. നമ്മൾക്ക് കിട്ടുന്നത് തന്നെ അത് പഴയ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾക്ക് പഴയ ഫുഡ് അല്ലെങ്കിൽ തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ നല്ല വെള്ളം കുടിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടാവും അല്ലേ? അമ്മ പറയാറുണ്ടല്ലേ? അതെ. അപ്പം അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് ഉള്ളത്. ഇങ്ങനത്തെ ഡിസീസ്, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ നമുക്കിത് കിട്ടുന്നത് നമ്മള് കണ്ടാമിനേറ്റഡ് ഫുഡ്, നല്ലതല്ലാത്ത ഭക്ഷണം, അതേപോലെ തന്നെ വെള്ളം, മലിനമായ വെള്ളം, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് അത് വന്നാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കണ്ടിന്യൂസ് ആയിട്ട് വയറ്റിന്ന് പോകും അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് 3, 4, 5 പ്രാവശ്യമൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ വയറ്റിന്ന് പോകും. അത് ഭയങ്കര ലൂസ് ആയിട്ടായിരിക്കും പോവുക. അതുകൊണ്ടാണ് അതിന് വയറിളക്കം എന്ന് പറയുന്നത്. സോ അങ്ങനെ വയറ്റിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെയായിട്ടും ആയിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാവുക? കുറെ പ്രാവശ്യം നമുക്ക്
വയറ്റിന്ന് പോയാൽ അല്ലെങ്കിൽ വയറിളക്കം എന്ന അസുഖം വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം ഉണ്ടാവും. കാരണം നമ്മുടെ ശരീരത്തിന് വെള്ളം ഒരുപാട് നഷ്ടപ്പെടും. സോ നമുക്ക് ക്ഷീണം ഉണ്ടാവും. നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കിടക്കാൻ നമുക്ക് തോന്നും. നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ അവയോടുകൂടി തന്നെ നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പോകും, കുറെ വയറ്റിന്ന് പോകുന്ന സമയത്ത്. സോ നമുക്ക് നല്ല ക്ഷീണമായി പോകും. അപ്പൊ എങ്ങനെയൊക്കെ ഇത് തടയാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ് നമുക്കിത് തടയാൻ പറ്റുക? നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. വെരി ഗുഡ്. ഭക്ഷണങ്ങളൊക്കെ ചൂടോടെ കഴിക്കുക. വെരി ഗുഡ്. സ്കൂളിൽ കൊണ്ടുപോകുമ്പോ പിന്നെ അവൻ ചൂടാക്കി കൊണ്ടുവരിക. എപ്പോഴും കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുക. അതെ, വെരി ഗുഡ്. അറിയാലോ, എല്ലാവർക്കും അറിയാലോ എങ്ങനെയൊക്കെയാണെന്ന്, അല്ലേ? ഫുഡ് കഴിക്കുക. അതെ, ചൂടാറുന്നതിന്റെ മുമ്പ് ഫുഡ് കഴിക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ ഡിസീസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് ഹാൻഡ് വാഷിംഗ് പറഞ്ഞു, അല്ലെ? അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ കൈ കഴുകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് കൈ കഴുകുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് മാത്രം കൈ കഴുകിയാൽ മതിയോ? പോരാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് കഴുകുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് കഴുകുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴുകുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് സേഫ് ആയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് നന്നായിട്ട് കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് സേഫ് ആയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ ഓപ്പൺ ചെയ്ത് വെക്കരുത്. ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുക. ദെൻ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അല്ലാത്ത വേറെ ഏതൊക്കെ സമയം നമുക്ക് കൈ കഴുകാം? ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും കഴിച്ചതിന് ശേഷവും കൈ കഴുകാം എന്ന് പറഞ്ഞു, അല്ലെ? പുറത്തു പോയി വന്നിട്ട് കൈ കഴുകണം. ഓക്കെ. പിന്നെ കളിച്ചു കഴിയുമ്പോ കൈ കഴുകാൻ. എന്താണ്? പൂച്ചയൊക്കെ ഉള്ള വീട്ടില് പൂച്ചേനൊക്കെ തൊട്ടിട്ട് കൈ കഴുകണം, സോപ്പിട്ട്. അതെ. നമ്മൾ വളർത്തുന്ന. വെരി ഗുഡ്. അപ്പൊ നമ്മൾ പെറ്റ്സ് ഒക്കെ നമ്മളെ വീട്ടിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ പെറ്റ്സിനെയൊക്കെ. പൂച്ച ഉണ്ടാവും, ചെറിയ പപ്പി ഉണ്ടാവും. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്, അല്ലെ? കുറെ പേരുടെ വീട്ടിലുണ്ടാവും. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരെയൊക്കെ നമ്മളെയും കെയർ ചെയ്യണം, അതുപോലെ തന്നെ അവരെയും കെയർ ചെയ്യണം. അവർക്കും ഒരു ഇൻഫെക്ഷൻ വരാതെയൊക്കെ നമ്മളും നോക്കണം. അതുപോലെ തന്നെ അവരെ നമ്മൾ എടുത്ത് ഒക്കെ കഴിഞ്ഞിട്ട് അവരെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. അതുപോലെ തന്നെ നമ്മളെ കൈ എപ്പോ സോയിലായി എന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ നമുക്ക് കൈ കഴുകാം. ഇപ്പം കൈ ചീത്തയായി എന്ന് നമുക്ക് തോന്നുമല്ലോ, എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്തു, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കൈ കഴുകണം. പിന്നെ വെരി ഗുഡ്. നമ്മളെ കൈ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ നഖം മുറിക്കണം. നമ്മളെ നഖം വളരുന്നതിനനുസരിച്ച് നമ്മൾ നഖം നീട്ടി വളർത്തുന്നവരൊക്കെ ഉണ്ടോ? ഇല്ല അല്ലെ? വെരി ഗുഡ്. നഖം നീട്ടി വളർത്തിയാൽ നഖത്തിന്റെ അടിയിലൊക്കെ ഈ ജേംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്ര കൈ വെട്ടും. വെട്ടും അല്ലേ? നഖം മുറിക്കണം അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വയറിളക്കം തടയാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വൺസ് നമുക്ക് വയറിളക്കം ഒരു പ്രാവശ്യം ഇപ്പൊ നമുക്ക് ആ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം വെള്ളം കുടിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഒരുപാട് കുടിക്കണം, നമുക്ക് ക്ഷീണമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതുപോലെ തന്നെ ORS ലായനി, കഞ്ഞിവെള്ളം കുടിക്കണം, അല്ലെ? ORS ലായനി, ORSന്റെ പാക്കറ്റ് കണ്ടിട്ടുണ്ട്. ജ്യൂസ് ഇപ്പൊ ജ്യൂസും അവൈലബിൾ ആണ്, അല്ലെ? അപ്പൊ ORSന്റെ പാക്കറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കുടിക്കണം. ORSന്റെ പാക്കറ്റ് 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു ORSന്റെ പാക്കറ്റ് നന്നായിട്ട് കലക്കി വെക്കുക.
നമ്മൾ എപ്പം വയറ്റിൽ നിന്ന് പോകുന്നു അപ്പോഴൊക്കെ നമ്മൾ അത് കുടിക്കുക. ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമ്മൾ കുടിക്കുക, നമുക്ക് ക്ഷീണാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ നമ്മൾ എത്ര അസുഖങ്ങൾ പറഞ്ഞു? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എത്ര അസുഖങ്ങൾ പറഞ്ഞു നമ്മള്? 5ആണോ പറഞ്ഞേ? 4 പറഞ്ഞോളൂ. 4 പറഞ്ഞേ. 6 പറഞ്ഞോ? 6 പറഞ്ഞില്ലേ? ഫസ്റ്റ് നമ്മള് 6 പറഞ്ഞു. ഞാൻ ഇപ്പൊ 6 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഏതൊക്കെയാ 6. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കോമൺ കോൾഡ്, അതായത് ജലദോഷം എന്ന് പറഞ്ഞില്ലേ. അതാണ് ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തേത് പറഞ്ഞപ്പോ ഇപ്പൊ പനീന്റെ സീസൺ ആണ്, അപ്പൊ ചിക്കൻ പോക്സ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പൊ അത് കേട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കുമെന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ചിക്കൻ പോക്സ് പറഞ്ഞു അല്ലേ. യെസ്, വെരി ഗുഡ്. മൂന്നാമത്തേത് ഏതാ പറഞ്ഞത്? മീസൽസ് പറഞ്ഞു. മൂന്നാമത്തേത് മീസൽസ് പറഞ്ഞു. അത് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. നാലാമത്തേത് പറഞ്ഞപ്പോ മംസ് പറഞ്ഞല്ലോ മുണ്ടിനീര്. വെരി ഗുഡ്, മുണ്ടിനീര് എന്ന് പറഞ്ഞു. അഞ്ചാമത്തേത് എന്താ പറഞ്ഞത്? കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണിന് അസുഖം വന്നപ്പോ പറഞ്ഞില്ലേ അഞ്ചാമത്തേത്. സോ ആറാമത്തേത് ഇപ്പൊ പറഞ്ഞു, ഡയറിയൽ ഡിസീസ് പറഞ്ഞു. വയറിളക്കം വരുമ്പോ നമ്മൾ എന്തൊക്കെയാ ചെയ്യാ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ 6 പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 7-മത്തേലോട്ട് പോവാം. റെഡിയാണോ? എന്താ പറഞ്ഞേ? കേട്ടില്ല. ഇനി 7-മത്തേലോട്ട് പോവാം അല്ലേ. പോകുന്നല്ലേ? ഓക്കെ, നമുക്കിനി 7-മത്തേലോട്ട് പോവാം. 7-മത്തെ ഡിസീസ് ആണ് ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും അല്ലേ. ഡെങ്കു ഫീവർ നമ്മൾ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ലേ? വെരി ഗുഡ്. അപ്പൊ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇപ്പോ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോ ഒരുപാട് ആളുകള് ഡെങ്കു ഫീവർ ഉള്ള ആളുകളുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ഡെങ്കു ഫീവർ ഒരുപാട് ഉള്ള സമയമാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. ഡെങ്കു ഫീവർ അപ്പൊ ഡെങ്കിപ്പനി അല്ലെ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അങ്ങനെയല്ലേ, ഡെങ്കിപ്പനി എന്ന് പറയാറില്ലേ. അപ്പൊ ഇത് ഡെങ്കു വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് പടർത്തുന്നത്, അതായത് ഇതിന്റെ ട്രാൻസ്മിഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? വെരി ഗുഡ്, മോസ്കിറ്റോ വഴിയാണ് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നത്. ആ കൊതുകിന്റെ പേരെന്താണെന്നറിയോ? വെരി ഗുഡ്, ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന മോസ്കിറ്റോ ആണ് ഇത് പടർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഡെങ്കിപ്പനി ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. ഡെങ്കിപ്പനി ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, വരാതിരിക്കട്ടെ. നമുക്ക് ആർക്കും വരണ്ട. എന്നാൽ നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം അല്ലെ. എന്താണ് ഡെങ്കി ഫീവർ ഉണ്ടായാലും നമ്മൾ എന്താ ചെയ്യാന്നൊന്ന് അറിഞ്ഞു വെക്കാം അല്ലെ. ഡെങ്കി ഫീവർ ഇറ്റ്സെൽഫ്, അതിൽ ഫീവർ ഉണ്ട് അല്ലെ. ഇപ്പൊ പനിയുണ്ട്, നല്ല പനി ഉണ്ടാവും. പിന്നെ പനിയുടെ കൂടെ തന്നെ നമ്മുടെ ജോയിന്റിന് പെയിൻ ഉണ്ടാവും. ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ്സ് അറിയോ? നമ്മളെ ജോയിന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോരോ എൽബോ ജോയിന്റ്സ്, റിസ്റ്റ്, എല്ലാ കുറെ ജോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇങ്ങനെ മടക്കുകയും നിർത്തുകയും ചെയ്യുന്ന അതെ, നമ്മൾ മടക്കുകയും നിർത്തുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ജോയിന്റ്സ് എന്ന് പറയും അല്ലെ. നമുക്ക് ഇരിക്കാനും നിവരാനൊക്കെ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ജോയിന്റ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ജോയിന്റിലൊക്കെ പെയിൻ വരും. മസിലിന് പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണിനൊക്കെ നല്ല വേദന ഉണ്ടാവും. ഫീവർ, പനി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തലവേദന വരും അല്ലേ. പനി വന്നവർക്ക് അറിയാലോ, പനി വരുമ്പോ തലവേദന ഉണ്ടാവാറുണ്ടോ? ചെറുതായിട്ട് വരും. അപ്പൊ ഡെങ്കി ഫീവറിലെ പനിയും തലവേദനയും ജോയിന്റ് പെയിനും അതുപോലെ തന്നെ കണ്ണിന് വേദന, മസിലിന് വേദന, അങ്ങനെ എല്ലാതരം വേദനകളും ഉണ്ടാവും. അത് കൂടാതെ അതിന്റെ കൂടെ ഉള്ളതാണ് വോമിറ്റിംഗ്.
ഛർദി വന്നിട്ടുണ്ട് ആർക്കെങ്കിലും? വന്നിട്ടുണ്ടോ? ഛർദി ഉണ്ടാവും. അതുപോലെ ഛർദിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ്, അതിന് നമ്മൾ ഓക്കാനം എന്ന് പറയില്ലേ, നോസിയ. അപ്പൊ അതൊക്കെയാണ് ഡെങ്കി ഫീവറിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഡെങ്കി ഫീവർ കൊതുകല്ലേ പരത്തുന്നത്, അങ്ങനെയല്ലേ നമ്മളിപ്പോ പഠിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കണം അല്ലേ? ഇപ്പൊ മഴക്കാലാണ്. അപ്പൊ മഴക്കാലത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കളിച്ച ചിരട്ടയിലൊന്നും വെള്ളം കെട്ടി നിർത്തരുത്. ഈ മഴക്കാലത്ത് ബക്കറ്റിലൊന്നും അങ്ങനെ വെള്ളം റെയിൻ വാട്ടർ കെട്ടിക്കിടക്കൂലേ, അതൊക്കെ മറിച്ച് കളയണം. അവര് അവിടെ ചെന്ന് മുട്ടയിടും, അത് കഴിഞ്ഞിട്ട് അത് വിടരും, അത് കഴിഞ്ഞിട്ട് അത് വന്ന് നമ്മളെ കൊത്തും. വെരി ഗുഡ്. അങ്ങനെ ചെയ്യാറുണ്ടോ എന്നിട്ട്? വെരി ഗുഡ്. നമ്മളെ വീട്ടിലും നമ്മളെ സ്കൂളിലും സ്കൂളിന്റെ മുറ്റത്ത്, വീടിന്റെ മുറ്റത്ത്, വീടിന്റെ തൊടിയില്, ഇവിടെയൊക്കെ ചിരട്ട, അതുപോലെ തന്നെ പാത്രങ്ങളോ, അല്ലെങ്കിൽ പാത്രങ്ങൾ വേണ്ട, ഇലയൊക്കെ ഇങ്ങനെ നിന്നാൽ തന്നെ മതി. വാഴയിലൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോ അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ? അതിലൊക്കെ മോസ്കിറ്റോ ബ്രീഡ് ചെയ്തിട്ട് അതിൽ വളരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം അല്ലെ? നമ്മുടെ വീടും പരിസരവും ഒക്കെ ആരാ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്? നമ്മളല്ലേ? നമ്മളെ വീട്, പരിസരം, കോമ്പൗണ്ട്, അതേപോലെ തന്നെ സ്കൂളിന്റെ കോമ്പൗണ്ട്, നമ്മളെ ക്ലാസ് റൂമും ഒക്കെ നമ്മള് നീറ്റാക്കി കൊണ്ടു നടക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഇതൊക്കെ ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കമഴ്ത്തി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് നമ്മള് കെട്ടിക്കിടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വീടിന്റെ അകത്തുണ്ടാവും അല്ലെ, നമ്മൾ ചെടികളൊക്കെ കീപ്പ് ചെയ്യുന്ന കുഞ്ഞി പോട്ടുകൾ ഉണ്ടാവില്ലേ, പോട്ടൊക്കെ, അതിലൊക്കെ ഇങ്ങനെ മോസ്കിറ്റോ ബ്രീഡ് വളരാനുള്ള സാധ്യതയുണ്ട്. കൂത്താടികളെ കണ്ടിട്ടില്ലേ? കൂത്താടികളെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മള് അതില് അങ്ങനെ വരാതെ, അതായത് ഫ്രീക്വന്റ് ആയിട്ട് ആ വെള്ളമൊക്കെ മാറ്റി, അകത്തുള്ള ചെടികളുടെ ആണെങ്കിൽ, പുറത്തുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഒഴിവാക്കണം അല്ലേ? പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ മോസ്കിറ്റോ, ഈ ഈഡിസ് ഈജിപ്തി എന്നാണല്ലേ ഈ മോസ്കിറ്റോയുടെ പേര്, പറഞ്ഞില്ലേ? ആരോ പറഞ്ഞല്ലോ അല്ലെ? ഈ മോസ്കിറ്റോ ഡേ ടൈമിലാണ് കൂടുതൽ ഇത് ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോത്ത് ഇടുമ്പോ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ, ഇപ്പൊ ഡെങ്കി ഫീവർ ഉണ്ട്, പറയൂ. വെരി ഗുഡ്. ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ് ഇടണം നമ്മൾ ആ സമയത്ത്. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ആയി ഇടണം. കേട്ടില്ലല്ലോ പറഞ്ഞത്. നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആക്കി വെക്കുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. നമ്മളെ ഗാർഡനും വീടും വീടിന്റെ റിലേറ്റഡ് അടുത്തൂടെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. അതുപോലെ തന്നെ വെള്ളം നല്ല പറയൂ, നല്ല വെള്ളം പിന്നെ നമുക്കിത് നേരത്തെ അറിയണമെങ്കിൽ ഇതില് നല്ല ഹൈ ഫീവർ ഉണ്ടാവും, പിന്നെ നല്ല തലവേദന ഉണ്ടാവും, പിന്നെ കണ്ണിന്റെ പുറകില് വേദന ഉണ്ടാവും, പിന്നെ ഉണ്ടാവും. അതൊക്കെ നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ലക്ഷണങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇത് തടയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതേപോലെ നമുക്ക് ഡെങ്കി ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ചിട്ട് കിടത്തണം. അതെന്തിനാന്ന് വെച്ചാല്, ഇപ്പം അത് കൊതുകുകളിലൂടെയാണ് പകരാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഡെങ്കി പനിയുള്ള ആളുകള്, പനി ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവര് മോസ്കിറ്റോ നെറ്റിന്റെ ഉള്ളിൽ കിടന്നാൽ അവരെ കടിച്ച കൊതുക് പിന്നെ വേറെ ആരെയും കടിക്കൂല അല്ലെ? അല്ലെങ്കിൽ അവരെ കൊതുക് കടിക്കില്ല. അവരെ കൊതുക് കടിച്ചിട്ട് ആ കൊതുക് നമ്മളെ കടിച്ചാലും എന്ത് ചെയ്യും? നമുക്ക് ഡെങ്കി ഫീവർ വരും. ഓക്കെ. പിന്നെ ഇങ്ങനെയുള്ള രോഗികൾ, ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഡെങ്കി ഫീവർ വരികയാണെങ്കിൽ, വരാതിരിക്കട്ടെ, അഥവാ നമുക്ക് അറിയുന്ന ആർക്കെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അവരോട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാ. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറയാ. നമുക്ക് എട്ടാമത്തെ അസുഖം നോക്കാം. അതിന്റെ പേര് HFMD എന്നാണ്. അതായത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. നമ്മൾ തക്കാളിപ്പനി എന്നൊക്കെ പറയും. തക്കാളിപ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? പറഞ്ഞുതരാം അത്. ചിലര് കേട്ടിട്ടുണ്ട് അല്ലെ? തക്കാളിപ്പനി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചെറുതാവുമ്പോ?
ചെറുത് ഇല്ല. ഇല്ല അല്ലേ? തക്കാളിപ്പനി പനി എന്ന് പറയുന്നത് HFMD, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് നമ്മൾ പറയും. നമ്മള് ഇവിടെ നാട്ടിലൊക്കെ തക്കാളിപ്പനി എന്നാണ് പറയാ. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും അല്ലേ? പല നാടുകളിലും പല പേരൊക്കെ പറയാറില്ലേ? അപ്പൊ തക്കാളിപ്പനി എന്ന് പറയുന്നത് അതിന്റെ എന്താണ് പ്രധാനമായിട്ടും അത് വൈറസ് ഉണ്ടാക്കുന്ന ഒരു പനിയാണ് തക്കാളിപ്പനി. ചെറിയ കുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത്. സാധാരണ ഒരു 4 വയസ്സ് 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളിൽ, ചെറിയ കുട്ടികളിലാണ് സാധാരണ കാണപ്പെടുന്നത് തക്കാളിപ്പനി. അപ്പോ തക്കാളിപ്പനി ഉണ്ടാവുമ്പോ മൗത്തില് അൾസർ ഉണ്ടാവും, വായിലൊക്കെ മുറിവുണ്ടാവും, അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ടാവും. പനിയാണല്ലോ അല്ലെ? അപ്പൊ പനി സ്വാഭാവികമായിട്ടും ഫീവർ ഉണ്ടാവും. പിന്നെ വായിലും തൊണ്ടയിലും ഒക്കെ അൾസർ ഉണ്ടാവുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല, വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ടും തക്കാളിപ്പനിയുടെ ലക്ഷണങ്ങൾ. അതുപോലെ മേലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ റെഡ് കളറ് ചെറിയ ഇത് വരും. വായിൽ അൾസറിന്റെ പോലെ തന്നെ കാലിലും, അതാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. കയ്യിലും കാലിലും അതേപോലെ വായിലും ഒക്കെ ചെറിയ അൾസറുകൾ വരും ഇങ്ങനെയുള്ള അസുഖത്തിന്. അപ്പം ഇത് എങ്ങനെയാണ് തടയാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഹാൻഡ് ഹൈജീൻ, കൈ കഴുകൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പറയുമ്പോഴും ഈ കൈ കഴുകൽ പറയുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക്, വന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുക. അത് പകരുന്ന അസുഖമാണല്ലോ. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ ടവല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് ടോയ്സ് ഒക്കെ കുറച്ച് ദിവസം ഈ അസുഖം മാറുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കുക. ഇനി അഥവാ അവർ യൂസ് ചെയ്യുന്ന ടോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി സാധാരണയായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ ഡേ കെയറിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ഇത് ഉണ്ടാവുക. അപ്പൊ അവര് ലീവ് എടുത്തിട്ട് വീട്ടില് റെസ്റ്റ് എടുക്കാൻ പറയണം അവരോട് അല്ലെ? അപ്പൊ നമ്മള് 8 അസുഖങ്ങൾ കണ്ടു. ഇനി 9ാമത്തെ അസുഖം പറയട്ടെ. 9ാമത്തെ അസുഖം ആണ് ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് വന്നു എന്ന് പറയുന്ന കേൾക്കാറില്ലേ? കേട്ടില്ല. മഞ്ഞപ്പിത്തം എന്ന് കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്? അത് എങ്ങനെയാണ് ഇതെല്ലാം കൂടി യെല്ലോ കളറാവും, പിന്നെ യൂറിനൊക്കെ ഇരുണ്ട നിറവും, കണ്ണ് മഞ്ഞ കളറാവും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഛർദി വരും. ആരോ മെസ്സേജ് റിപ്ലൈ മിസ് ഷിഗല്ല അല്ലെ? ഓക്കെ, ഷിഗല്ല പറയാലോ. ഷിഗല്ല എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഷിഗല്ല നമുക്ക് എത്തുന്നേ ഉള്ളൂ, നമ്മൾ ഇനിയും പറയാനുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രധാനമായിട്ട് പനി, പിന്നെ തലവേദന, വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ കണ്ണിന്റെ ഉള്ളില് അല്ലെ? ഇവിടെ ഇങ്ങനെ കണ്ണിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ കളറ്, അതേപോലെ തന്നെ യൂറിനില് മഞ്ഞ കളർ, മൂത്രമൊഴിക്കുമ്പോ നല്ല മഞ്ഞ കളറായിട്ടായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവും, അതുപോലെ തന്നെ വോമിറ്റിംഗ് ഉണ്ടാവും, ഛർദി ഉണ്ടാവും, അതുപോലെ തന്നെ ഛർദിക്കാൻ വരുന്നു എന്നുള്ള ഒരു ഫീലിംഗും ഉണ്ടാവും. ഇതാണ് പ്രധാനമായിട്ടും അതിന്റെ ലക്ഷണങ്ങൾ. അപ്പോ ഇതിന്റെ കേട്ടില്ല. ഛർദിയും വയറുവേദനയും പനിയും ക്ഷീണവും ഇതെല്ലാം ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ മഞ്ഞപ്പിത്തം, നെയിം ഇറ്റ് സെൽഫ്, അതിന്റെ മഞ്ഞ കളർ ഉണ്ടാവും അല്ലെ? മഞ്ഞ കളർ യൂറിനിലും ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ണിലുണ്ടാവും അല്ലെ? ഇനി ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ പ്രധാനമായിട്ടും ശുചിത്വമില്ലാത്ത ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അത് ഉണ്ടാവുന്നത് അല്ലെ? അപ്പോ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് വേണം? വ്യക്തി ശുചിത്വം വേണം അല്ലെ? പേഴ്സണൽ ഹൈജീൻ അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, നമ്മൾ നല്ല വെള്ളം കുടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം
തടയാം അല്ലേ? വേറെന്താ? നമ്മള് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാന് നമ്മള് മാക്സിമം ശ്രദ്ധിക്കണം. സെയിം സാധനങ്ങൾ ഒരേ സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അവര് യൂസ് ചെയ്തത് അസുഖം വന്ന ആളുകളിൽ നിന്ന് നമ്മൾ കുറച്ച് ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കിയിട്ട് കുറച്ച് അകലം പാലിക്കണം. അപ്പൊ നമ്മൾ 9 രോഗങ്ങൾ കണ്ടു. ഇനി നമ്മൾ 10ാമത്തെ പറയുന്നത് ഷിഗല്ലയാണ്. ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഷിഗല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഷിഗല്ല ഇപ്പൊ നമ്മൾ കുറച്ചു ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഷിഗല്ല കുറെ ആൾക്കാർ മരിച്ചോ? ലക്ഷണങ്ങള് വയറിളക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഷിഗല്ല എന്ന് പറയുന്ന ഡിസീസ് അല്ലെ? ഷിഗല്ല ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത് എന്താ മെയിൻ ആയിട്ട് പ്രധാനമായിട്ട് ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻ, അതായത് കുടലില് നമ്മള് ഇൻഡസ്റ്റൈനെയാണ് അത് അഫക്ട് ചെയ്യുന്നത് ഷിഗല്ല. ഓക്കെ, ഇപ്പൊ ഇതെന്താ അതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് കുറച്ച് എമൗണ്ട് ഓഫ് ബാക്ടീരിയ മതി, അത് ഇൻഫെക്ഷൻ വരാൻ വേണ്ടിട്ട് ഇത്തിരി മതി, പക്ഷെ അതിന്റെ എഫക്ട് ഭയങ്കര കൂടുതലായിരിക്കും. പറയാണോ അതോ മ്യൂട്ടാക്കാത്തതാണോ? പെട്ടെന്ന് നമ്മൾ സിക്ക് ആവാൻ വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് ഓഫ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ അത് മൊത്തം അഫക്ട് ചെയ്യും. ഇനി എങ്ങനെയാണ് ഷിഗല്ല സ്പ്രെഡ് ചെയ്യുന്നത് എന്ന്? ഒരാളിൽ നിന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണല്ലോ അല്ലെ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും, അത് പെട്ടെന്ന് പകരും. അത് എങ്ങനെയാണ് അത് പകരുന്നത് എന്ന് നോക്കാം. എങ്ങനെയൊക്കെ ആയിരിക്കും ഷിഗല്ല പകരുക? ഇപ്പൊ നമ്മൾ പറഞ്ഞു വയറിളക്കം ആണ് ഷിഗല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. ഒന്ന് മ്യൂട്ടാക്കാവോ പ്ലീസ്? എത്ര വാട്സപ്പ് ഒക്കെയാ ഇതിൽ കേറിയേക്കുന്നത്? കേൾക്കുന്നില്ല അല്ലെ? ഓക്കെ, എങ്ങനെയാണ് ഷിഗല്ല ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് എങ്ങനെ നമുക്ക് വരാതിരിക്കാൻ നോക്കാമെന്ന് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാ ഒരാളിൽ നിന്ന് അത് കമ്മ്യൂണിക്കേറ്റ് മീൻസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവാന്ന് നമുക്ക് പറയണല്ലോ അല്ലെ? നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള, അതായത് ശരിയാവാത്ത രീതിയിൽ തെറ്റായ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടോയ്ലറ്റ് പോയി വന്നാല് നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാത്ത സമയത്ത് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് ആവാതെ നമ്മൾ യൂസ് ചെയ്താലും ഉണ്ടാവും. അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത വെള്ളം, ഫുഡ് ഇതൊക്കെ കഴിക്കുമ്പോഴും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷിഗല്ല അഫക്റ്റഡ് ആയിട്ടുള്ള ആള് യൂസ് ചെയ്ത സാധനങ്ങളില്ല, അല്ലെങ്കിൽ അവർ ടച്ച് ചെയ്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത സാധനങ്ങള്, ഇതെല്ലാം നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും നമുക്കത് പകരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫീക്കൽ മാറ്റേഴ്സ്, അതേപോലെ യൂറിൻ, അവയെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ ഫ്ലൈസ് വന്നിരിക്കും അല്ലെ? അങ്ങനെയുള്ള സമയത്ത് ഈ ഈച്ചകൾ ഇരുന്ന ഫുഡ് നമ്മൾ കഴിച്ചാലും ഇത് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പിന്നെ ഇത് ഭയങ്കര സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ അഫക്ട് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ ആളുകൾ സ്കൂളിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ലോസ് കോണ്ടാക്ട് ഉള്ള ആളുകളാണ് അല്ലെ? ഏറ്റവും ക്ലോസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അടുത്തിടപഴകുന്ന ആളുകളാണ് അല്ലെ? നമ്മൾ സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവാറ്? അപ്പൊ ഒരാളിൽ നിന്ന് വന്നാല് പെട്ടെന്ന് വേറൊരാളിലേക്കും വരും. അപ്പം നമ്മൾ മാക്സിമം അത് ആർക്കും വരാതിരിക്കാനും നോക്കുക. ഒരാൾക്ക് വന്നാല് എന്ത് ചെയ്യണം? നമ്മൾ അതിന് മാക്സിമം വിട്ടു നിൽക്കുക. നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക. പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾക്ക് നോക്കാം. പ്രധാനമായിട്ടും അമീബ ബാക്ടീരിയ എന്താ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നോക്കാം. പ്രധാനമായിട്ടും കീടാണുക്കൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് എവിടേക്കാന്ന് നോക്കാം. നമ്മളെ ഡെയിലി ലിവിങ് സ്ഥലങ്ങൾ, യൂഷ്വലി നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ എവിടേക്കായിരിക്കും ഈ ജേംസ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ?
ജേംസ് എവിടേക്കാണ് ഉണ്ടാവുകയെന്ന് സ്ഥലങ്ങൾ ഒന്നുകൂടി പറയോ, കേട്ടില്ല ഞാൻ. ബാത്റൂം, വാഷ് ബേസ് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളില്. അങ്ങനത്തെ സ്ഥലങ്ങൾ യൂഷ്വലി ഓഫ് കോഴ്സ് ഉണ്ടാവും അല്ലെ. നമ്മൾ അതിന് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ കൂടുതൽ കെയർ ചെയ്യും. നമ്മളെ ബാത്റൂമും വാഷ് ബേസിനൊക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അത് ക്ലീൻ ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഡോറിന്റെ ഹാൻഡിൽസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡോറിന്റെ ഒക്കെ ഹാൻഡിൽസ് ഇല്ല, അത് നമ്മൾ എപ്പോഴും കഴുകുവോ അല്ലെങ്കിൽ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുവോ? ഇല്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺസ്, നമ്മള് 24 hours നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണല്ലേ മൊബൈൽ ഫോൺസ്. അപ്പൊ നമ്മുടെ കൈ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈ വൃത്തിയാകുന്നുണ്ട്, പക്ഷെ ഈ ഫോൺ വൃത്തിയാവുന്നില്ല. അപ്പൊ അത് നല്ല കുട്ടികളൊന്നും അത് ഉപയോഗിക്കില്ല അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ എന്നും നമ്മൾ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുന്നില്ലേ? വാട്ടർ ബോട്ടിലൊക്കെ എല്ലാരും കഴുകിയിട്ടാണോ എന്നും സ്കൂളിൽ കൊണ്ടുപോവാറ്? കഴുകിയിട്ടാണല്ലേ കൊണ്ടുപോവാറ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണ്. ഫോൺ കഴുകിയാൽ കേടാവുന്നല്ലേ. ഓക്കെ, ഫോൺ കഴുകണ്ട, ഫോണൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കാം. ഇതൊക്കെ ഹിഡൻ സ്ഥലങ്ങളാണ്, അതായത് ജേംസ് ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നേരത്തെ പറഞ്ഞു, വയറിളക്കം എന്ന് പറഞ്ഞില്ലേ. ലൂസ് മോഷൻ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? ബ്ലഡ് ഉണ്ടാവും, വയറ്റിന്ന് പോകുന്നതിൽ ബ്ലഡ് ഉണ്ടാവും. ഇങ്ങനെ ബ്ലഡ് ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? അത് ഞാൻ പറയാം. അതുപോലെ തന്നെ ഫീവർ ഉണ്ടാവും, പനി ഉണ്ടാവും. ഇൻഫെക്ഷൻ നമ്മളെ ബോഡിയിൽ വരുമ്പോൾ സ്വാഭാവികം ഉണ്ടാവും. അതുപോലെ തന്നെ വയറിളക്കം കൂടിയാൽ എന്ത് ചെയ്യും? അബ്ഡോമിനൽ ക്രാംസ്, അതായത് വയറിൽ കൊളുത്തി പിടിക്കൂലേ, നമുക്ക് ഒരുപാട് പ്രാവശ്യം വയറ്റിന്ന് പോകുമ്പോ അതെന്ത് ചെയ്യും? കൊളുത്തി പിടിക്കും. അതുപോലെ തന്നെ ഛർദി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. വയറ്റിന്ന് പോകുന്നത് അവിടെ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നമുക്ക് ഛർദിയും കൂടി ആയാലും ബോഡി നന്നായിട്ട് വീക്ക് ആവും അല്ലെ, ശരിയല്ലേ? അതേപോലെ തന്നെ വയറ്റിന്ന് പോകുന്നതിന്റെ കൂടെ ബ്ലഡും ഉണ്ടാവും. ഈ ബ്ലഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ഇന്റേണൽ ഓർഗൻ, ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണ് ബ്ലഡ് വരുന്നത്. സോ നമ്മൾ ടോട്ടലി നമ്മൾ വീക്ക് ആവും വൺസ് നമ്മൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച്, ഇത്രയും ലക്ഷണങ്ങളൊക്കെ ഒരുമിച്ചുണ്ടാവുമ്പോ എന്ത് ചെയ്യും? അത് മരണത്തിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇനി അതിന്റെ ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്നത്, ഇത്രയും ലക്ഷണങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോ എന്ത് ചെയ്യും? ശരീരത്തിലുള്ള ജലാംശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അല്ലെ. ജലാംശം പോകുമ്പോ നമ്മളെ യൂറിന്റെ അളവൊക്കെ കുറയും. ടോട്ടലി നമ്മളെ ശരീരത്തിനെ അത് അഫക്ട് ചെയ്യും. വീക്ക്നെസ്, ഭയങ്കര ക്ഷീണമാവും. ഇതിന്റെയൊക്കെ മുമ്പ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തണം അല്ലെ. നമ്മളെ കയ്യിൽ നിന്ന് കുറച്ച് 3-4 പ്രാവശ്യം വയറ്റിന്ന് പോയാൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോവും, നമ്മൾ ഡീഹൈഡ്രേഷൻ ആയി പോകും. അപ്പൊ നമ്മൾ വേഗം ഹോസ്പിറ്റലിലോട്ട് എത്തണം. അപ്പം അപകട സാധ്യത കൂടുതലുള്ളത് ഈ ചെറിയ കുട്ടികൾ, അവർക്ക് നമ്മൾ അത്രയൊന്നും ശക്തി ഉണ്ടാവില്ല, വളരെ ചെറിയ കുട്ടികൾ അല്ലേ. അവർക്കും നല്ല പ്രായമായവർക്കൊക്കെയാണ് അപകട സാധ്യതകൾ കൂടുതലുള്ളത്. നമുക്ക് ഇവ തടയാൻ വേണ്ടിയിട്ട് 5 ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ പറയട്ടെ. ഇത്രയും നമ്മൾ അസുഖം പറഞ്ഞപ്പോൾ നമ്മൾ ഹാൻഡ് വാഷിംഗ് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ഗോൾഡൻ റൂളിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ആണ്. നമ്മുടെ ഭക്ഷണം എപ്പോഴൊക്കെയാണെന്നൊക്കെ എപ്പോഴൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി രണ്ടാമത്തത് സേഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യുക. നമ്മള് നല്ല വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, തുറന്നു വെച്ച വെള്ളം, തുറന്നു വെച്ച ഫുഡൊക്കെ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈറ്റ് സേഫ് ഫുഡ്, ചൂടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ഗുഡ് ടോയ്ലറ്റ് യൂസ് ചെയ്യുക. എപ്പോഴും ടോയ്ലറ്റ് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കുക. നമ്മൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് നമ്മൾ തന്നെ ക്ലീൻ ആക്കി വെക്കുക അല്ലെ. നല്ല നെക്സ്റ്റ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക പ്രോപ്പർ ആയിട്ട്.
ഇത്ര അഞ്ചാമത്തേത് അതാണ്. എൻവയോൺമെന്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആരും മീൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് തടയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊതുകിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എല്ലാ രോഗം തടയുന്നതിന് വേണ്ടിയിട്ടും ഈ 5 ഗോൾഡൻ റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. എൻവയോൺമെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? 10 നമ്മൾ പറഞ്ഞു അല്ലേ? 10 എല്ലാവർക്കും മനസ്സിലായോ? 10 മനസ്സിലായി. ഇനി നമുക്ക് സമയമായോ? നമ്മളെ സമയം തീരാറായോ? ഇല്ല, പറഞ്ഞോ. ഇനിയും പറയണോ? പറയണം. അതിന് നമുക്ക് എന്നാല് 11ാമത്തെ ഒരു അസുഖം പറയാം. കോവിഡ് കൂടുതൽ 19. കൂടുതൽ നേരം അമ്മ ഫോൺ കാണല്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ 11ാമത്തെ കോവിഡ് വന്നിട്ടുണ്ട്. കോവിഡ് വന്നോ? ഇപ്പം ആർക്കാ വന്നത്? ഇപ്പല്ല, പണ്ട് വന്നിട്ടുണ്ട്. പണ്ട് വന്നൂല്ലേ? പക്ഷെ കൊറേ ദിവസം ഞങ്ങൾക്ക് വന്നിരുന്നു. അന്ന് സ്കൂളില്ല, വെക്കേഷൻ ആയത് കാരണം ഞങ്ങളെ രക്ഷപ്പെട്ടു. അന്ന് വെക്കേഷൻ ആയതല്ല, കോവിഡ് ആയതുകൊണ്ട് ലോക്ക്ഡൌൺ ആയിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ലോക്ക്ഡൌൺ ആക്കിയതല്ലേ? അതെന്തുകൊണ്ടാ ലോക്ക്ഡൌൺ ആക്കിയത്? അത് വന്നപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോക്ടറെ. ഇത്രയും വലിയൊരു പനി, അത് തന്നെ ഇത്രയും വലിയൊരു ഡിസീസ്, ഇത്രയും വലിയൊരു പനി ജീവിതത്തിൽ വന്നില്ല എന്നല്ലേ? സത്യം. പറ്റൂല, ഒന്നിനും പറ്റൂല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതെ അതെ, നമ്മള് കോവിഡ് വന്നതോപ്പോ എല്ലാരും ലോക്ക്ഡൌൺ ആക്കിയ എന്തുകൊണ്ടാ ലോക്ക്ഡൌൺ ആക്കിയത്? കോവിഡ് വന്നപ്പോ എന്താണ്? അതങ്ങനെ ഈവൻലി സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ. ഇത് റാപ്പിഡ് സ്പ്രെഡ് ആണ്. നമ്മള് അന്നത്തെ വാർത്തയിലൊക്കെ കണ്ടു, ഒരു ദിവസം കുറച്ച് 10 പേർക്കാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കര കൂടുതലായിരിക്കും അളവ്. അതെ അതെ, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് 80, 100 ഒക്കെ പേർക്ക്. അപ്പൊ റാപ്പിഡ് സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ടാണ് അന്ന് ലോക്ക്ഡൌൺ ഒക്കെ വെച്ചത് അല്ലെ? ഇപ്പോഴും കോവിഡ് അസുഖങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കോവിഡ് ഡിസീസ് ഇപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് വരുന്നുണ്ട്, കോവിഡ് ഒക്കെ ഇപ്പം ഈ സമയത്ത്. അപ്പൊ ഇത് ചുമ, തുമ്മൽ, പിന്നെ നമ്മുടെ സംസാരിക്കുമ്പോൾ ഡ്രോപ്ലെറ്റ്, അതായത് ജലകണികകളിലൂടെയൊക്കെ ആണ് ഇത് പകരുന്നത്. ഇത് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനായിരുന്നു അല്ലെ? ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട്, നമ്മുടെ സ്മെല്ല് പോകുന്നു, ടേസ്റ്റ് പോകുന്നു, പനി വരുന്നു, പിന്നെ റണ്ണിങ് നോസ്, ക്ഷീണം വരുന്നു. ഇതെല്ലാമാണ് ഇതിന്റെ അതേപോലെ തലവേദന എല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. മെയിൻ ആയിട്ട് ഇത് ശ്വാസകോശത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക. തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ് തടയാനുള്ള മാർഗങ്ങള്? തടയാനുള്ള മാർഗങ്ങള് നമ്മള് മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷിങ്. ഇത്രയും അസുഖം പറഞ്ഞതുപോലെ തന്നെ ഹാൻഡ് വാഷിങ് ചെയ്യുക. വന്ന ആളുകളുടെ അടുത്ത് നമ്മൾ മാറി നിൽക്കുക അല്ലെ? നമ്മൾക്കറിയാം അല്ലെ, അന്നത്തെ അവസ്ഥ ഭയങ്കര ഭീകരായിരുന്നു അല്ലെ? വന്ന ആളുകൾ മാറി നിൽക്കുക. അങ്ങനെ നമ്മൾ മാക്സിമം വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ വായ കവർ ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. അങ്ങനെ വന്ന ആളുകൾക്കും മാസ്ക് വെക്കാൻ പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? ഇനി അപ്പൊ നമ്മള് 11 അസുഖം പറഞ്ഞല്ലേ? 11 അസുഖം പറഞ്ഞു അല്ലെ? എല്ലാം മനസ്സിലായോ? എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാ? ഇത്രയും ഞാൻ കുറെ പറഞ്ഞു തന്നില്ലേ? വരുമ്പോ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക, ബാഗ് ഒക്കെ നല്ലോണം സ്പ്രേ വെച്ച് അവരുടെ അടുത്തോട്ട് പോവാതിരിക്കുക. അസുഖം വന്നാല് അവർ ലീവ് എടുക്കും. പകർച്ചവ്യാധികളാണെങ്കിൽ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുപോകണം സ്കൂളിലേക്ക്. ബോട്ടിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്ത് കുളിക്കണോ? ലാസ്റ്റ് നമ്മൾ കൊള്ളി പോവൂലേ? അപ്പൊ
അത്രയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, നമ്മള് ബോഡി ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര ചെറിയ കുട്ടികളായാലും നമ്മൾ ഇടുന്ന ഡ്രസ്സ്, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങള്, നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടില്, ഇതെല്ലാം നമ്മള് നല്ല വൃത്തിയിൽ കൊണ്ടുവരിക. ഡ്രസ്സൊക്കെ ചെളിയാക്കി ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നും സ്കൂളിലേക്ക് പോവോ? രാവിലെ വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോവാ? അതുപോലെ തന്നെ സ്കൂളിൽ പോയാലും ഹാൻഡ് വാഷിംഗ് മറക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഹാൻഡ് വാഷിംഗ് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് എന്താ, നമ്മളെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കെയർ ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളും നമ്മളെ ബോഡിയും ഒക്കെ നീറ്റ് ആയിട്ട് വെക്കുക. അതേപോലെ പെറ്റ്സിനൊക്കെ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനും ഇഞ്ചക്ഷനും ഒക്കെ വെക്കൂലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി റൂം ഇല്ലേ, നമുക്ക് വായിക്കാനുള്ള റൂമും നമ്മൾ കിടക്കുന്ന ബെഡ് എല്ലാം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റൂല്ലേ? അതേപോലെ തന്നെ ഭക്ഷണം ക്ലീൻ ആക്കി കഴിക്കാൻ അറിയോ? അറിയാല്ലേ? ഭക്ഷണം ക്ലീൻ ആക്കി കഴിക്കുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് നമ്മള് ഹാൻഡ് വാഷിംഗ് മെയിൻറ്റെയിൻ ചെയ്യാം. എങ്ങനെയാ ഹാൻഡ് വാഷിംഗ് ചെയ്യാം? ഫസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം നമ്മൾ കഴുകുക, അതിന്റെ പാമെല്ലാം കഴുകുക. ഫുഡൊക്കെ കയറിയിട്ടെങ്കിൽ അതെല്ലാം ഓക്കെ. ഞാൻ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു തരട്ടെ ഹാൻഡ് വാഷിംഗ് ചെയ്യാൻ വേണ്ടിട്ട്. അത് പ്രാക്ടീസ് ചെയ്യോ? അതേപോലെ ചെയ്യോ? അപ്പം നമ്മള് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് വാഷിംഗ് ചെയ്യുക അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ വെള്ളം സോപ്പും ആക്കിയിട്ട് ആദ്യം നമ്മളെ ഈ കൈയിന്റെ ഈ പാർട്ടില്ലേ, ഇൻസൈഡ് പാർട്ട്, അതാണ് നമുക്ക് ആദ്യം ക്ലീൻ ആക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം ആദ്യം. നിങ്ങൾ ചെയ്യുമ്പോ എന്ത് ചെയ്യണം, ഇങ്ങനെ പിടിച്ച് കൈ കഴുകുവോ? നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുക? അല്ലല്ലോ, താഴ്ത്തിയിട്ട് ചെയ്യാം. മിസ് കാണിച്ചു തരുന്നത് ഇപ്പൊ ഇങ്ങനെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് ഈ രണ്ട് കൈയിന്റെ ഉൾവശം നന്നായിട്ട് ഇങ്ങനെ നല്ല സോപ്പ് തേച്ചിട്ട് പതിഞ്ഞിട്ട് ഇങ്ങനെ ഒരയ്ക്കാം. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് കഴുകേണ്ടത് നമ്മുടെ ഈ വശമാണ് ഒരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ വശം ഇങ്ങനെ കാണിച്ചോ. അതേപോലെ രണ്ട് കൈയും. അപ്പൊ നമ്മൾ ഈ ഭാഗം കഴുകില്ലേ, ഈ നെക്സ്റ്റ് ഈ ഭാഗമാണല്ലോ ഇനി ക്ലീൻ ആക്കേണ്ടത്. അവിടെ ക്ലീൻ ആയല്ലോ അല്ലെ? അപ്പൊ ഈ ഭാഗം ഇങ്ങനെ ക്ലീൻ ആയില്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെ കഴുകുമ്പോ നമ്മുടെ ഈ ഭാഗം ക്ലീൻ ആയി, ഇങ്ങനെ കഴുകുമ്പോൾ ഈ ഭാഗം ക്ലീൻ ആയി. നമുക്ക് ഈ ഭാഗം ഉണ്ട്, ഇവിടെ കുറച്ച് ഭാഗമല്ലേ, അത് നമ്മൾ ഇങ്ങനെ കഴുകുക. ഇപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ സോപ്പും വെള്ളവും ഉണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ കഴുകിയല്ലോ. ഇനി നമ്മുടെ ഈ ഇതില്ലേ, നമ്മുടെ ഈ ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഭാഗവും പോയിട്ട് തൊടുക അല്ലെ? ഫസ്റ്റ് എല്ലായിടത്തും ടച്ച് ചെയ്യ ടിപ്പ് വെച്ചിട്ടല്ലേ? അപ്പൊ ഈ ടിപ്പ് ക്ലീൻ ആവാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. അതേപോലെ രണ്ട് കൈയും ക്ലീൻ ആവാൻ വേണ്ടിട്ട് ചെയ്യാം. ദെൻ നമ്മൾ ആ ഭാഗം ക്ലീൻ ആയില്ലേ? ഇനി നമുക്ക് ഈ ഭാഗം ക്ലീൻ ആവണം. ഈ ഭാഗം ക്ലീൻ ആവാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ അത് രണ്ട് കൈയും ക്ലീൻ ആവാൻ വേണ്ടിട്ട് അത് ചെയ്യാം. ചെയ്തോ? നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ഈ റിസ്റ്റിന്റെ പാർട്ടും കൂടി ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് രണ്ട് കൈയും ഇങ്ങനെ. ഇപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ട് കേട്ടോ. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടാപ്പ് വാട്ടർ പൈപ്പിന്റെ ചോട്ടില് കാണിച്ചിട്ട് നന്നായിട്ട് കൈ കഴുകിയാല് നമ്മുടെ കൈയ്യ് ക്ലീൻ ആയി. ഇതാണ് ഇപ്പൊ കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു തന്നത്, ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്സ്. ഓക്കെ. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വെൽക്കം. ഹസീനാജി, എല്ലാം മനസ്സിലായി. താങ്ക് യു മാം. ഹസീനാജി,
കേൾക്കുന്നുണ്ട്. പറയൂ സർ. ആ, ആ, ഞാൻ ഡോക്ടറാണ്. സർ. ഞാൻ അമേരിക്കയിൽ നിന്നാണ് ഞാൻ ഈ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ അറിയാം സർ. മുമ്പത്തെ ഇതിൽ നമ്മൾ അതെ, കണ്ടിട്ടുണ്ട്. ഈ സബ്ജക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ടുക്ക് ദിസ് സബ്ജക്ട് പിള്ളേർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇനി ഒന്ന് രണ്ട് മാത്രമേ ഞാൻ പോയിന്റ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഇങ്ങനെ വെച്ച് കൈ വെച്ച് വാ പൊത്തരുത്. ഇങ്ങനെ വെച്ച് ആ ചുമയ്ക്കുമ്പോൾ കൈ പൊത്തുമ്പോൾ ഇത് കയ്യിൽ ഈ പാമ്പിൽ വീഴുകയാണ്, ഇത് സ്പ്രേ ചെയ്യാണ്. അത് പിന്നെ വേറെ എവിടെയെങ്കിലും നമ്മൾ തൊടും, വേറെ എവിടെയെങ്കിലും പിടിക്കും. അത് കാരണം ഇവിടെ അമേരിക്കയിലെ എല്ലാ ആശുപത്രിയിലും തന്നെ എഴുതി വെച്ചിട്ടുള്ളത് വെച്ചാല് ഈ നമ്മുടെ ഹാൻഡിന്റെ ഈ ഭാഗം വേണ്ടിട്ട് അല്ലേ, ഇവിടെയാണ് ഈ ഇതിനെ എൽബോ പാർട്ട്. എൽബോ വരുന്നില്ല, ഈ ഫോറാമിലാണ്. അപ്പോൾ ഇത് വെച്ചാണ്, ഇങ്ങനല്ല. ഓക്കെ സർ. അതാണ് കുട്ടികളെ ഓർക്കേണ്ടത്. നിങ്ങൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഇങ്ങനെ വെച്ച് വെക്കണം, അല്ലാതെ ഇങ്ങനെ അല്ല. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ആ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റഡീസ് ഉള്ളത് വെച്ചാല് കൂടുതലായിട്ടുള്ള ശുചിത്വം, ഹൈജീൻ, അത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴും കഴിഞ്ഞ 20 കൊല്ലത്തെ സ്റ്റഡീസിൽ ആസ്മ, അലർജി, ഈ 2 രോഗങ്ങളും വളരെ കൂടിയിട്ടുണ്ട്. കാര്യം വെച്ചാല് ഈ ഉള്ള ആന്റി ബാക്ടീരിയൽ സോപ്പ്, ആന്റി ബാക്ടീരിയൽ എല്ലാം ഉപയോഗിച്ച് ഈ ബാക്ടീരിയയിൽ ഒരു ചെറിയ ശതമാനം ബാക്ടീരിയ ഉള്ളൂ ദോഷം ചെയ്യുന്നത്. ബാക്കി മിക്കതും നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയ, സ്കിന്നിലുള്ള ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയ. അപ്പൊ എല്ലാം എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പോയിക്കഴിഞ്ഞാൽ മറ്റേ ഹാംഫുൾ ബാഡ് ബാക്ടീരിയ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് ഓർക്കണം. പിന്നെ വെള്ളം തന്നെ, ഞാനിവിടെ അമേരിക്കയിലായിട്ട് 30 കൊല്ലമായി. ഞാൻ ഈ ബോട്ടിൽ വാട്ടർ കുടിക്കാറില്ല, ആവശ്യമില്ല. അത് വെറുതെ പൈസ കൊണ്ട് കളയാണ്. ഇവിടെ ആണെച്ചാൽ നേരെ ടാപ്പ് വാട്ടർ, നാട്ടിലാണെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ടാപ്പ് വാട്ടർ ഒന്ന് തിളപ്പിച്ച് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് കുപ്പിയിൽ, ഗ്ലാസ് കുപ്പിയിൽ അല്ലെങ്കിൽ മറ്റേ ഫ്ലാസ്കിൽ അല്ലെങ്കിൽ സ്റ്റീൽ അതിൽ ഒഴിച്ച് പിള്ളേർക്ക് കൊടുക്കുക. സ്കൂളിൽ പോകുമ്പോൾ അവിടെ വെച്ച് കുടിക്കാനായിട്ട് അത് കുടിക്കുക. അതല്ലാതെ ബോട്ടിൽ വാട്ടർ കുടിക്കേണ്ടത് വെച്ചാൽ ബോട്ടിലുള്ള പ്ലാസ്റ്റിക്കും ആ കെമിക്കൽസും എല്ലാം കൂടെ ദോഷം ചെയ്യും. മിക്ക കടകളിലും, മുറുക്കാൻ കടയിലൊക്കെ ബോട്ടിൽ വാട്ടർ നല്ല വെയിലത്ത് ചൂടത്താണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് ബോട്ടിൽ വാട്ടർ നോ. അതേപോലെ ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞു, എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് അത്യാവശ്യമായിട്ട്. ഒരു പോയിന്റ് കൂടെ, അതായത് ഇപ്പോഴും ഇങ്ങനെ എല്ലാം പാത്രങ്ങളെല്ലാം കഴുകി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ഒരു പ്ലേറ്റ് അതിൽ എണ്ണമയം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കരുത്. അതെല്ലാം കെമിക്കൽസാണ്. ആ കെമിക്കൽസായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സ്കിന്നിന് ദോഷമായി ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ കപ്പോ ഒന്നും തന്നെ അതിൽ ഓയിലി ഇതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറും ആ ടാപ്പ് വാട്ടറിൽ ഒന്ന് റിൻസ് ചെയ്ത് വെക്കും. ഇല്ല, എനിക്കിതിനായിട്ട് ഒരു അസുഖം വന്നിട്ടുമില്ല. ഐ എം ഇൻ പ്രെറ്റി ഗുഡ് ഹെൽത്ത്. എൻ്റെ മകൻ ഉണ്ട്, മകനും ഇത് തന്നെ ശീലങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മകനും ഇവിടുത്തെ നേരെ ഈ ടാപ്പ് വാട്ടറാണ് കുടിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. അവിടെ അമിതമായിട്ടുള്ള കൂടുതലായിട്ട് ശുദ്ധി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഇൻഫെക്ഷൻ വരുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് പ്രതിരോധിക്കാനായിട്ട് ശക്തി വരും. ഇത് ചെറിയൊരു പനി വന്നാൽ ഉടനെ ഓടിപ്പിടിച്ച് ഡോക്ടർക്ക് പോകും. ഡോക്ടർ എന്ത് ചെയ്യും? ഒരു ആന്റിബയോട്ടിക് എഴുതും. ആന്റിബയോട്ടിക്കിന് ആവശ്യമില്ല. ആ ആന്റിബയോട്ടിക് കിട്ടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരിക്കലും ശക്തി പ്രാപിക്കത്തില്ല. ആന്റിബയോട്ടിക്സ് പിന്നെ എപ്പോഴും ഇതേപോലെ എന്ത് ചെറിയൊരു പനി വന്നാലും അത് നല്ല ഡോക്ടർ, പീഡിയാട്രീഷ്യൻസ്, ശിശുരോഗ വിദഗ്ധർ. എനിക്ക് നാട്ടിലെ കാര്യങ്ങൾ അറിയാം. ഞാൻ നാട്ടിലും 5 കൊല്ലം ഞാൻ തുടർച്ചയായിട്ട് ഒരു 2009 മുതൽ 15 വരെ ഉണ്ടായിരുന്നു.
എനിക്കറിയാം. കാപ്പി എന്നാൽ കുടിക്കുന്ന ഉടനെ ഒരു ആന്റിബയോട്ടിക് എഴുതിയിരിക്കും. നോ, പാടില്ല. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഞാൻ എഴുതിയിട്ടുള്ള ലിങ്ക് കേട്ടോ ഹസീനാജി, ഞാൻ അതിലൊരു ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് Okay. വായിക്കുമ്പോൾ ദാറ്റ് വിൽ ഗിവ് യു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട്, ബിക്കോസ് യു ആർ എ നഴ്സ്, യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഈ Okay, sir. Okay. ഓവർ ഹൈജീന്റെ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത്. ഓക്കെ, വിഷ് യു ഓൾ ദി Okay. ബെസ്റ്റ്. കുട്ടികൾ മിക്കവരും ടേൺ ഓൺ ചെയ്തില്ല, സമ്മതിച്ചു തന്നിരിക്കുന്നു. കുറെ നല്ല മിടുക്കികളായിട്ടുള്ള പിള്ളേരാണ്. എത്ര ഇതായിട്ടൊക്കെ കാര്യമായിട്ട് ഇത് വെച്ചാല് കൊള്ളാം. വെരി ഗുഡ്. അങ്ങനെ Okay. ഇങ്ങനെ Thank you. തന്നെ Thank you. ഇങ്ങനെ Thank you, പ്രവർത്തിക്കണം. sir. Thank you, Venu, Welcome. sir, Mm. for the valuable information sharing here. Thank you, sir. താങ്ക് യു വേണു സർ. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് താങ്ക്സ് പറയുന്നു കുട്ടികളുടെ അടുത്ത്. നല്ല ആക്റ്റീവായിട്ടുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് അല്ലേ, ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ മാമിനും കുറച്ച് നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നിട്ടുള്ള മാമിനും ഒരുപാട് കാര്യങ്ങൾ അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ Thank you, ma'am. താങ്ക് യു മാം. അതുപോലെ തന്നെ പാരന്റ്സ് അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ശനിയാഴ്ചയും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പാരന്റ്സിന് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ആഴ്ചയും ഉണ്ടാവൂലേ, ജോയിൻ ചെയ്യില്ലേ? പലതരത്തിലുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ, ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിന്റെ റെക്കോർഡൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെയ്യൂലേ? താങ്ക് യു ഹസീന മാം. താങ്ക് യു. ഒരുപാട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. Okay. Thank you, ma'am. Thank you so much for all. Thank you. Thank you, ma'am, for giving us a wonderful information. കഴിഞ്ഞായിരിക്കും. Thank you all. Good night. Thank you, miss, for giving this wonderful ഞാൻ ആണാണല്ലോ, അതാണ് ഞാൻ പിടിച്ച് മറച്ചു വിട്ടല്ലോ. എവിടെ? അയ്യോ, ഞാൻ